നമസ്കാരം. ഏവർക്കും എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ജൂൺ മാസത്തെ കേരള PSCയുടെ കലണ്ടർ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് സാനിറ്ററി കെമിസ്ട്രി എക്സാം. അതിന്റെ എക്സാം ഡേറ്റ് നമുക്ക് ജൂണിലുണ്ട്. അപ്പോൾ എക്സാം ഡേറ്റിനെ കുറിച്ച്, കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതിയെ കുറിച്ച്, അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് എന്നാണ് ലഭിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഡീറ്റെയിൽഡ് സിലബസ് ആണ്. സിലബസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. കഴിഞ്ഞ വർഷം 2023 നമ്മുടെ കേരള PSC 127/2023 പ്രകാരം സാനിറ്ററി കെമിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ക്ഷണിക്കപ്പെട്ടത്. കേരള വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയാണ് ഈ വിജ്ഞാപനം വന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ജൂൺ മാസത്തെ കലണ്ടർ പ്രകാരം നമുക്ക് എക്സാം ഡേറ്റ് അറിയാൻ കഴിയുന്നതാണ്. 13/6/2024 ജൂൺ 13 തീയതിയാണ് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. എക്സാം ഡേറ്റ് ജൂൺ മാസം 13 തീയതി. അപ്പൊ നിലവിൽ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ കഴിയുന്നതാണ് മാർച്ച് 23 തീയതി മുതൽ ഏപ്രിൽ മാസം 11 തീയതി വരെയാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി വന്നിട്ടുള്ളത്. ഒരിക്കൽ കൂടി പറയുന്നു, മാർച്ച് 23 മുതൽ ഏപ്രിൽ 11 വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ കഴിയുന്നതാണ്. അഡ്മിഷൻ ടിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ വരുന്നത് മെയ് 30 തീയതി മുതലാണ് നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങുന്നത്. 25,720 ഉദ്യോഗാർത്ഥികളാണ് ഈ എക്സാം എഴുതുന്നത്. എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. 1.5 മണിക്കൂറാണ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ PSC പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ അല്ലെങ്കിൽ OMR എക്സാം ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓൺലൈൻ ആണോ OMR ആണോ എന്നതിനെ കുറിച്ചുള്ള വിശദമായ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ആദ്യം നമുക്ക് നോക്കുന്ന കാര്യങ്ങൾ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എൻട്രി സാനിറ്ററി കെമിസ്ട്രിന്റെ നോർമൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോർമൽ ബാച്ച് ആണ്. അതായത് 60 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന കോഴ്സാണ് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സാം വാലിഡിറ്റി, എക്സാം വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ കഴിയും. ഓരോ ക്ലാസ്സിന്റെയും കണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഓരോ ടോപ്പിക് അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിനോട് അനുബന്ധിച്ചുള്ള PDF നോട്ട്സും, ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള മോഡൽ എക്സാംസ്, മോക്ക് എക്സാംസ്, വാട്സാപ്പ് ഗ്രൂപ്പ്, വീക്കെൻഡ് ലൈവ് സെഷൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് സ്ക്രോൾ ചെയ്തു പോകുന്ന ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് കേരള PSCയുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമന്റ്സിൽ ഒരു ഫോം നൽകിയിട്ടുണ്ട്. ആ ഫോം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. സിലബസും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് സിലബസിനെ കുറിച്ചും മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ സിലബസ് പൂർണ്ണമായിട്ടും ലഭിക്കണം എന്നുള്ളവർക്ക്, ഡൗൺലോഡ് ചെയ്ത് എടുക്കണം എന്നുള്ളവർക്ക് PDF ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ കമന്റിൽ നൽകിയിരിക്കുന്ന ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് അവിടെ വരുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. സിലബസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ 3 സ്ട്രീം ആയിട്ട് അല്ലെങ്കിൽ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ സിലബസിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യം വരുന്നത് കെമിസ്ട്രി ആണ് വരുന്നത്. കെമിസ്ട്രിയിൽ ഒന്നാമത്തെ പോർഷൻ ആയിട്ട് വരുന്നത് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്, 10 മാർക്കിന്റെ ചോദ്യമാണ് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്. രണ്ടാമത് വരുന്നത് കെമിസ്ട്രി ഓഫ് വാട്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 10 മാർക്കും, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നും 10 മാർക്ക്. ഇത്രയുമാണ് കെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് നമുക്ക് ഒന്നും കൂടി അബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, കുറച്ച് വായിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസ്, സോപ്പ്, ഡിറ്റർജന്റ്, കുക്കിംഗ് ഗ്യാസ്, ഹെയർ ഡൈ, കോസ്മെറ്റിക്, അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ്, ഷാംപൂ, അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അഡിക്റ്റീവ്, പ്രിസർവേറ്റീവ്, ആർട്ടിഫിഷ്യൽ സീഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫുമായി വരുന്ന. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ്, യൂറിയ, NPK, സൂപ്പർ ഫോസ്ഫേറ്റ്, പെസ്റ്റിസൈഡ്സ് തുടങ്ങിയ കാര്യങ്ങളും, പെയിന്റ് ആൻഡ് പിഗ്മെന്റ്സ്, പോളിമേഴ്സ്, ഇങ്ങനെ 5 ഭാഗങ്ങളിൽ നിന്നുമാണ് നമ്മൾ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി കെമിസ്ട്രി ഓഫ് വാട്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 5 ഭാഗമാണ് ഉള്ളത്.
water, chemical structure and bonding, properties of water, pure water, fresh water and sea water, water pollution causes, treatment of industrial waste water, water analysis, water quality തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് കെമിസ്ട്രി 10 മാർക്കാണ് വരുന്നത്. ലാബ് സേഫ്റ്റി അവയർനെസ്, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് സൊല്യൂഷൻസ്, ഇൻഓർഗാനിക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ തിയറി ഓഫ് തിയറീസ് ആസിഡ് ബേസ് റിഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങളും തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആസിഡ് ബേസ് തുടങ്ങിയ കാര്യങ്ങളുമാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഫിസിക്കൽ കെമിസ്ട്രി 10 മാർക്കാണ്. ആസിഡ്, സൊല്യൂഷൻ, അതുപോലെ തന്നെ അയോണിക് ഇക്വിലിബ്രിയ, കെമിക്കൽ തെർമോഡൈനാമിക്, കെമിക്കൽ കൈനറ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബയോ കെമിസ്ട്രിയാണ്. ബയോ കെമിസ്ട്രി ഫൗണ്ടേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് 10 മാർക്കിന്റെ ചോദ്യം നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ബയോ കെമിക്കൽ ടെക്നിക്സിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യവും, ഏഴാമത് എൻസൈമോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 10 മാർക്കും, ഫണ്ടമെന്റൽ ഓഫ് മൈക്രോബയോളജിയിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യവുമാണ് ബയോ കെമിസ്ട്രിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഡീറ്റെയിൽഡ് അതുപോലെ തന്നെ മൈക്രോബയൽ ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എൻവയോൺമെന്റൽ മൈക്രോബയോളജി എന്ന് പറയുന്ന ടോപ്പിക്ക് 10 മാർക്കുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഫൗണ്ടേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ബയോ കെമിസ്ട്രി 10 മാർക്കിന്റെ ചോദ്യം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് വാട്ടർ, യൂണിക് പ്രോപ്പർട്ടീസ് ദാറ്റ് സപ്പോർട്ട് ലൈഫ്, ഹൈഡ്രജൻ ബോണ്ടിങ്, അയോണൈസേഷൻ ഓഫ് വാട്ടർ, അതുപോലെ തന്നെ മോളിക്യൂൾസ് ഓഫ് ലൈഫ്, കൊളോയിഡ്, ബയോഫിസിക്കൽ കെമിസ്ട്രി, സെൽ ബയോളജി തുടങ്ങിയ കാര്യങ്ങളാണ് ഫൗണ്ടേഷൻസ് ഓഫ് ലൈഫിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബയോ കെമിക്കൽ ടെക്നിക്സ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഫോട്ടോമെട്രി, അതുപോലെ തന്നെ ക്രോമോഗ്രാഫി, അതുപോലെ ഇലക്ട്രോ ഫോറൻസിസ്, സെൻട്രിഫ്യൂഗേഷൻ, റേഡിയോ ആക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങളും, എൻസൈമോളജിയിൽ എൻസൈംസ്, എൻസൈം കൈനറ്റിക്സ്, എൻസൈം ഇൻഹിബിറ്റേഷൻ, എൻസൈം റെഗുലേഷൻ, എൻസൈം ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും അവസാന ഭാഗമായിട്ട് മൈക്രോബയോളജിയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഫണ്ടമെന്റൽസ് ഓഫ് മൈക്രോബയോളജിയിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യമാണ്. അതുപോലെ തന്നെ മൈക്രോബയൽ ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ 10 മാർക്കും, ഒപ്പം തന്നെ എൻവയോൺമെന്റൽ മൈക്രോബയോളജി 10 മാർക്കുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവിടെ ഫണ്ടമെന്റൽ ഓഫ് മൈക്രോബയോളജി, മൈക്രോസ്കോപ്പി, സ്റ്റെറിലൈസേഷൻ, കൾച്ചറൽ മീഡിയ, അതുപോലെ തന്നെ കൾച്ചറൽ മെത്തേഡ്, സ്റ്റെയിനിങ് മെത്തേഡ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് 10 മാർക്കിന് നമുക്ക് പഠിക്കാനുള്ളത്. മൈക്രോബയൽ ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ, സാമ്പിളിംഗ് ഓഫ് വാട്ടർ, ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ, ഇൻഡിക്കേറ്റർ ഓർഗാനിസം, സീവേജ് ട്രീറ്റ്മെന്റ്, മെത്തേഡ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലാസ്റ്റ് ഒന്ന് എൻവയോൺമെന്റൽ മൈക്രോബയോളജി, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, അതുപോലെ ബയോ റെമഡിയേഷൻ, ബയോ ഫെർട്ടിലൈസേഷൻ, സിംബോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ, ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ് തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയാം. എക്സാം ഡേറ്റ് നമുക്ക് വരുന്നത് ജൂൺ മാസത്തിലാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സിലബസിന്റെ പൂർണ്ണ രൂപം ലഭിക്കണം എന്നുള്ളവർക്ക് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ്സിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന ഫോം ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സിലബസ് പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ എക്സാം ഡേറ്റ് ജൂൺ 13-ാം തീയതിയാണ്. ഇപ്പൊ നമുക്ക് 2 മാസത്തെ കൂടുതൽ സമയമുണ്ട്. അപ്പൊ ഈ ഒരു സമയം 2 മാസം കൊണ്ട് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലാണ് എൻട്രയിൽ കോഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ ക്ലാസ്സിനെ അനുബന്ധിച്ചുള്ള PDF നോട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഒപ്പം തന്നെ ഓരോ ക്ലാസ് ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഒപ്പം തന്നെ മോഡൽ എക്സാംസും മോക്ക് എക്സാംസും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ടും മറ്റു കാര്യങ്ങളും ചോദിക്കാവുന്നതാണ്. വീക്കെൻഡിൽ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും അവൈലബിൾ ആണ്. നമ്മൾ ഒരാഴ്ച പഠിച്ചു പോകുന്ന കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഡൗട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് കോഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി സ്ക്രോൾ ചെയ്തു പോകുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് സാനിറ്ററി കെമിസ്ട്രിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയുമായിട്ട് നമ്മുടെ ഫാക്കൽറ്റീസ് വരും ദിവസങ്ങളിൽ എൻട്രഡ് ടീച്ചിങ് യൂട്യൂബ് ചാനൽ എത്തുന്നുണ്ട്. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക് യു.